ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലിപ്പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4ഓടെയാണ് സംഭവം. ദേശീയപാത മണലി പാലത്തിന് സമീപം മടവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ് പൊത്തിപ്പിടിച്ച് പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി ഒച്ചവെക്കുകയായിരുന്നു. കുതറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത് ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലിപ്പുഴയിലേക്ക് എടുത്തുചാടുകയായിരുന്നു. ഉടൻ തന്നെ പാരിയക്കര സ്വദേശിയായ കുമാറാണ് പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടിയത്. ഞാൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ആ പെൺകുട്ടി ബൈക്കിന്റെ ഫ്രണ്ടിൽ കൈ കാണിച്ചിട്ട് ചേട്ടാ ഒരു ചെക്കൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഓടി വന്ന് പിടിക്കായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അപ്പനെ തിരിച്ചു പോയിട്ട് ആ ചെക്കൻ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. എന്നിട്ട് ഞാൻ നേരെ വേഗം കയറി പോയപ്പോൾ അവൻ ആ മണലിപ്പാലത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി. എന്നിട്ട് ഞാനും വേറെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞങ്ങള് ആദ്യം ചാടാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പറമ്പ് കൂടി കടന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് സാർമാരെ അടുത്ത് ഏൽപ്പിച്ചു. തുടർന്ന് പ്രതിയെ ഈ വഴിയെത്തിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘത്തിന് കൈമാറുകയായിരുന്നു. പിന്നീട് പ്രതിയെ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പ്രതിയുടെ പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.